ഓരോ മനുഷ്യനും ഓരോ കടലാണ്. തീരത്തു നിന്നുള്ള കാഴ്ചയിൽ ഉള്ളിൽ എന്താണെന്ന് പ്രകടമാക്കാത്ത കടൽ. അതിനെ അറിയണമെങ്കിൽ സാഹസികത ഏറ്റെടുത്ത് ഇറങ്ങിച്ചെല്ലണം. അപ്പോഴും അവിടെ കുടുങ്ങിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം മനുഷ്യരിൽ കുടുങ്ങിപ്പോയാൽ നടുക്കടലിൽ പെട്ടതുപോലെയാണ്. ചുറ്റും വെള്ളമുണ്ടെങ്കിലും ഒരിറ്റു കുടിക്കാൻ പറ്റാത്ത നിസ്സഹായത. എത്ര മനോഹരമായ വരികളാണല്ലേ? അതെ, യുവ എഴുത്തുകാരനായ അനുജിത് പി ദേവിൻ്റെതാണ് ഈ വരികൾ. ഏതൊരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴും ഞാൻ അതിൻ്റെ എഴുത്തുകാരെക്കുറിച്ച് ഒരു മുഖവുര തരാറുണ്ട്. വളരെ അഭിമാനത്തോടെ ഞാൻ ഇന്ന് വീണ്ടും ഒരു എഴുത്തുകാരനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. അനുജിത് പി ദേവ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ആഴിയും ആകാശവും. ആദ്യത്തേത് വെള്ളപ്പൂക്കൾ. ഞങ്ങളെപ്പോലെ ഒരു ഇൻസ്റ്റഗ്രാം കൈകാര്യം ചെയ്യുന്ന കുറച്ച് പേർക്ക് അദ്ദേഹത്തിനെ വളരെ നന്നായിട്ട് അറിയാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിലൂടെ ധാരാളം എഴുത്തുകൾ അദ്ദേഹം ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അനുജിത്ത് എന്ന യുവ എഴുത്തുകാരനെ എല്ലാവരിലേക്കും പരിചയപ്പെടുത്തുക എന്നൊരു കർത്തവ്യം കൂടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അത്രയും മനോഹരമായാണ് അദ്ദേഹം ആഴിയും ആകാശവും എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. വളരെ ചെറിയൊരു പുസ്തകമാണ്. ആഴിയും ആകാശത്തിലേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അഭിമാനം എന്താണെന്ന് വെച്ചാൽ, വെള്ളപ്പൂക്കൾ എന്ന പുസ്തകത്തിൽ നിന്ന് ആഴിയും ആകാശത്തിലേക്ക് എത്തുമ്പോൾ അനുജിത്ത് എന്ന എഴുത്തുകാരനിൽ ഉണ്ടായ മാറ്റങ്ങളാണ് എനിക്ക് അഭിമാനം. കാരണം എഴുത്തുകാരൻ എന്നതിലുപരി അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് പോയി വായിക്കുകയും ചെയ്തു. ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ വായിച്ചു തീർത്ത പുസ്തകമാണിത്. പുസ്തകം വായിച്ചു തീർന്നപ്പോൾ ഒരു സിനിമ കണ്ടു തീർന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. തുടക്കക്കാർക്കും വായന ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം ഈ പുസ്തകം ഒരു നല്ല വായന നിങ്ങൾക്ക് സമ്മാനിക്കുമെന്നതിൽ ഞാൻ ഉറപ്പു നൽകുന്നു. കോഴിക്കോട് കഥാപശ്ചാത്തലമായാണ് കഥ തുടങ്ങുന്നത്. ആകാശാണ് കഥയിലുടനീളം പ്രതിപാദിക്കുന്ന ഒരു വ്യക്തി. കാരണം ആകാശാണ് ആ കഥയിലെ നായകൻ. അപ്പോൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ വലിയൊരു സംഭവത്തിനെ ചുറ്റിപ്പറ്റിയുമാണ് കഥ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും. അതിനിടയിൽ അദ്ദേഹം വന്നു പോകുന്ന ഒരു സ്ഥലം, ആകാശ് എന്ന് പറയുന്ന നമ്മുടെ നായകൻ തൻ്റെ ജീവിതത്തിലെ അവസാന നാളുകൾ ജീവിച്ച് തീർക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, അത് എൻ്റെ നാടാണ്, ആലപ്പാട്. കോഴിക്കോട് വരുന്ന എന്ന് പറയുന്ന ആൾ ആലപ്പാടെന്ന് പറയുന്ന എൻ്റെ നാടിനെ വളരെ മനോഹരമായി നിരീക്ഷിച്ചിരിക്കുന്നു. എനിക്ക് സുപരിചിതമായ എൻ്റെ നാടും കടലും കായലും വഴികളും റോഡുകളും അമ്പലങ്ങളും എല്ലാം വളരെ സൂക്ഷ്മമായി അദ്ദേഹം പഠിച്ചിരിക്കുന്നു. അവിടുത്തെ ഓരോ വഴികളും അദ്ദേഹം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ നാടിനെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുമ്പോൾ വളരെ വാചാലയാകുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെൻ്റെ നാടാണ് എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ നാട് കുഞ്ഞുനാൾ മുതലേ ഒരു ഇമോഷനാണ്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടത് പറയുമ്പോൾ വളരെ വാചാലയായിട്ടാണ് പറയുക. ഇപ്പോഴും എൻ്റെ നാട് എനിക്ക് കൗതുകമാണ്. കടൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കടലാണ് അവിടെ. അപ്പം ഞാൻ വളരെ ആവേശത്തോടെയാണ് എൻ്റെ നാടിനെയും നാട്ടുകാരെയും കടലും എല്ലാം നോക്കിക്കാണുന്നത്. പക്ഷെ ഞാനിവിടെ ഇത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അനുജിത്ത് എന്ന് പറയുന്നയാൾ ഒരു കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം ആലപ്പാട്ടിലേക്ക് വന്ന് ആലപ്പാടിനെ കുറിച്ച് പഠിച്ച് ഇത്രയും എഫേർട്ട് ഇട്ട് ഈ കഥ എഴുതുമ്പോൾ എത്ര ആലപ്പാട്ടുകാർക്ക് ഇത് അറിയാം എന്നെനിക്കറിയില്ല. ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കുറേ പേരിലേക്ക് എത്തുകയും ആ പുസ്തകം അവർ വായിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ ഈ നാട്ടിലേക്ക് വന്ന സമയത്ത് ആകാശ് എന്ന് പറയുന്ന ആൾ അനുഭവിക്കുന്ന സമാധാനം, അതുതന്നെയാണ് എൻ്റെ നാടിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. എൻ്റെ നാട് ഒരു സമാധാനമുള്ള സ്ഥലമാണ് എന്ന് എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ രണ്ട് ഘടകങ്ങളാലാണ് ഈ പുസ്തകം ഞാനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിനുശേഷം കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ പറഞ്ഞുവല്ലോ, താര എന്ന ലൈല, അവരുമായി ഉണ്ടാകുന്ന ആകാശിനുണ്ടാകുന്ന ഒരു അടുപ്പം, ഒരു പ്രണയം. പക്ഷേ ഞാൻ മുൻ വരികളിൽ പറഞ്ഞതുപോലെ അവിടെ കുടുങ്ങിപ്പോകാൻ അദ്ദേഹത്തിന് പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. പ്രണയത്തിലേക്ക് കടന്നു പോകണമെന്ന് ചിന്തിക്കുന്നിടത്ത് മരണം അദ്ദേഹത്തിനൊരു തടം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിന് ആ പ്രണയത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. താരയുമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കെ തന്നെ ആലപ്പാട്ടേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന് പുതിയ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടുന്നു. നക്ഷത്ര, നന്ദൻ തുടങ്ങിയവരൊക്കെ. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഇവിടെ വന്നു പോകുന്നുള്ളൂ. അപ്പോൾ നക്ഷത്രയുമായും അദ്ദേഹത്തിനൊരു സൗഹൃദം ഉണ്ടാവുന്നു. നക്ഷത്രയോട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നു, എങ്കിലും മുഴുവനായിട്ട് അദ്ദേഹം പറയുന്നില്ല.
താരയെടുത്തും അതെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറേ അധികം സംഭവങ്ങൾ പറഞ്ഞു വെച്ചിട്ടും കൂടുതലായിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല. അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കാതെ പോയ കാര്യങ്ങളെല്ലാം ഇവർക്ക് മനസ്സിലാവുകയും വളരെ ഒരു ഇമോഷൻ നിറഞ്ഞ സന്ദർഭത്തിലേക്ക് വായനക്കാരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ചെറിയ വലിയ പുസ്തകമാണ്. മരണവും ആകാശം തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെയാണ് കഥയിലുടനീളം കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുകൂടെ കഥാകാരൻ പറഞ്ഞു വെക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായിട്ട് മരണം കടന്നു വരാം. പക്ഷെ ആകാശിനിവിടെ മരണത്തിൻ്റെ ദിനങ്ങൾ അറിയാൻ സാധിക്കുന്നു. ഞാൻ ഇത്ര നാൾ വരെ ഉണ്ടാവുകയുള്ളൂ എന്നൊരു ബോധം അദ്ദേഹത്തിൽ ഉടലെടുക്കുകയും അപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ഇതൊക്കെയായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ചെയ്തു പോയ തെറ്റുകൾ അത് തിരുത്തുക. രണ്ടാമത്തെ കാര്യം, തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായൊരു സ്ഥലത്തേക്ക് വരിക. തൻ്റെ ബാക്കിയുള്ള ജീവിതം അവിടെ ജീവിച്ച് തീർക്കുക. ഒരിക്കലും ഒന്നിക്കുകയില്ലെങ്കിലും പ്രണയം എല്ലാവരിലും സന്തോഷമുണ്ടാക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് തന്നുകൊണ്ട് അനുജിത് പി ദേവ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നു. എങ്കിലും നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും ആഴിയും ആകാശവും അനുജിത് പി ദേവ് എന്ന എഴുത്തുകാരനും ഒരു നല്ല ഏടായിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുതിയൊരു പുസ്തകവുമായി പുതിയൊരു എഴുത്തുകാരനുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.